നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഗൂഢാലോചനയെന്ന് പറഞ്ഞ മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഇപ്പോൾ മലക്കം മറിയുകയാണെന്ന് കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ്. വനം മന്ത്രി ഗൂഢാലോചനയെന്ന് പറഞ്ഞത് തെളിയിക്കണമെന്നാണ് UDF ആവശ്യപ്പെട്ടത്. എന്നാൽ അഭിപ്രായം മാറ്റുന്ന നിലപാടാണ് മന്ത്രി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എ.കെ. ശശീന്ദ്രന്റെ പ്രസ്താവനയ്ക്ക് നിലമ്പൂരിൽ ബാലറ്റിലൂടെ ജനങ്ങൾ മറുപടി പറയുമെന്നും സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലമ്പൂർ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ എന്നുകൂടി കൂട്ടിച്ചേർത്ത് ആവർത്തിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞതിനെ ഗോവിന്ദൻ മാസ്റ്റർ ന്യായീകരിക്കുകയും ആവർത്തിക്കുകയാണ് ചെയ്തത്. പൂർണ്ണമായിട്ട് അതേ അർത്ഥത്തിൽ ന്യായീകരിച്ചില്ല. അദ്ദേഹം വിഴുങ്ങിക്കൊണ്ട് എന്നാൽ അതിനെ എതിർത്തു പറയാൻ ഗോവിന്ദൻ മാസ്റ്റർക്കും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിച്ചിരുന്നു, അദ്ദേഹം ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ, അല്ല ഇത് പിൻവലിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ട് പിൻവലിച്ച് മാപ്പ് പറയാൻ മന്ത്രി തയ്യാറാണല്ലോ എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചിരുന്നു. ഞാനും പ്രതിപക്ഷ നേതാവും UDFന്റെ എല്ലാ നേതാക്കന്മാരും ആ കാര്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. മന്ത്രിക്ക് ഇപ്പോൾ ബോധോദയം ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ തെറ്റാണ്, പച്ചക്കള്ളമാണ്, അടിസ്ഥാനരഹിതമാണ്, അല്പത്തമാണ്. CPMന്റെ നേതാക്കന്മാർ ഏറ്റുപിടിച്ചത് അദ്ദേഹത്തിന്റെ നിലപാടായിരുന്നല്ലോ. ഞങ്ങൾ വെല്ലുവിളിച്ചത് എന്താണ്? ആ ഗൂഢാലോചനയുണ്ടെന്ന് മന്ത്രി പറഞ്ഞ സർക്കാർ ആ ഗൂഢാലോചന തെളിയിക്കണമെന്നാണ്. ഒരു പിഞ്ചു ബാലൻ 15 വയസ്സുകാരൻ ദാരുണമായി മരിച്ച സംഭവത്തിൽ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളാണ് അവിടെ ഇലക്ട്രിക് ലൈൻ വലിച്ചത്, ഞങ്ങളാണ് ആ പയ്യനെ അങ്ങോട്ട് നയിച്ചത് എന്നല്ല എൻ്റെ അർത്ഥം വരുന്നത്. ഇത്ര ക്രൂരമായ ഫോൺ കോൾ പരിശോധിക്കാൻ ഒരാളെ പിടിച്ചല്ലോ. CPMന്റെ നേതാക്കന്മാർ പറഞ്ഞു ഈ പ്രതിയുടെ ഫോൺ കോൾ പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും അവിടുത്തെ DCC പ്രസിഡന്റോ UDFന്റെ നേതാക്കന്മാരോ AP അനിൽകുമാർ MLA ഇവരാരെങ്കിലും ഈ പ്രതിയെ വിളിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും ഇതിൽ ഗൂഢാലോചന ഉണ്ടോ? എന്തൊക്കെയായിരുന്നു അവരുടെ വ്യാഖ്യാനങ്ങൾ, ആവശ്യങ്ങൾ എന്തായിരുന്നു? അപ്പോൾ ഇത് പിൻവലിച്ച് മാപ്പ് പറയാൻ ഇനിയെങ്കിലും മന്ത്രി തയ്യാറാകണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, മുഖ്യമന്ത്രി മന്ത്രിക്ക് നിർദ്ദേശം നൽകണം. ഇത് തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കാൻ ഗോവിന്ദൻ മാസ്റ്റർക്കും ബാധ്യതയുണ്ട്.